സാറ് സൗണ്ട് ഇല്ല. എന്തുകൊണ്ടാണ് RCM ശരിയായ MLM കമ്പനി എന്ന് പറയുന്നത്? നമ്മുടെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ രൂപാന്തരണ യാത്രയോട് അനുബന്ധിച്ച് അവിടെ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പോർട്ടൽ ഉണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗിന് ഒരു പോർട്ടൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സാറ് വന്ന് പറഞ്ഞത്, ECGയുടെ മുമ്പിൽ പറഞ്ഞത്, ഇന്ത്യയിലെ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ കൃത്യമായ സിസ്റ്റം പരിപാലിച്ചുകൊണ്ട് പോകുന്നത് ഒരൊറ്റ കമ്പനിയുള്ളൂ, അത് RCM ആണെന്ന് TCGയുടെ അടുത്ത് ആ വെബ് പോർട്ടൽ കൈകാര്യം ചെയ്യുന്ന ആള് പറഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് RCMൽ വർക്ക് ചെയ്യാം. അതിന്റെ അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ശരിയായ MLM കമ്പനിക്ക് എന്തൊക്കെ വേണം? ഗവൺമെന്റ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണോ? നിത്യം ഉപയോഗിക്കാവുന്നതാണോ? വിൽപ്പനയിലൂടെയാണോ കമ്മീഷൻ ലഭിക്കുന്നത്? അപ്പൊ നമ്മളുടെ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം ഗവൺമെന്റ് നിയമങ്ങൾ പാലിക്കുന്നു. നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്, കാരണം ഉൽപ്പന്നങ്ങൾ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്, സ്വന്തമായിട്ട് ഡിപ്പോ ഉണ്ട്, സ്വന്തമായിട്ടുള്ള 15,000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ നിത്യം ഉപയോഗിക്കാവുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സോപ്പ്, പേസ്റ്റ് എല്ലാം. ഇനി വിൽപ്പനയിലൂടെ ആണോ കമ്മീഷൻ ലഭിക്കുന്നത്? നമ്മൾ എന്തോരം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ആളുകളിലൂടെ അല്ല നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത്, ആ ആളുകൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെയാണ് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറെ ആൾക്കാർ പറയും, ഞാൻ 10 പേരെ ഞാൻ ജോയിൻ ചെയ്യിച്ചു, 20 പേരെ ജോയിൻ ചെയ്യിച്ചു. ഒരു കാര്യമില്ല, ജോയിൻ ചെയ്യിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിലൂടെയാണ് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. അപ്പൊ ആളെ ചേർക്കുന്ന പരിപാടികൾ ഒരുപാട് പണ്ടുണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിപ്പോയി, ഒരുപാട് പേരുടെ പൈസയും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ആളെ ചേർക്കുന്ന പരിപാടികളിലേക്ക് പോരാതെ നല്ല ട്രെയിനിങ് ഉണ്ടോ? നമുക്ക് നല്ല ട്രെയിനിങ് അല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ നോക്കി, രാവിലെ നമ്മൾ 6:30 മണിക്കുള്ള സൂമിൽ കയറുന്നു. അതുപോലെ തന്നെ ഫിസിക്കലി 16-ാം തീയതി റൂബി ഗിരീഷ് സാറിന്റെ പ്രോഗ്രാം, അതുപോലെ തന്നെ ഇപ്പൊ നാളെ 15-ാം തീയതി നല്ലൊരു ടൂറ് പ്രോഗ്രാം. ആ ടൂറ് പ്രോഗ്രാമിലും ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നല്ല ട്രെയിനിങ് സിസ്റ്റം ഉണ്ടോ? RCMൽ മെഗാ ട്രെയിനിങ് സിസ്റ്റങ്ങളാണുള്ളത്, ദിവസം പ്രോഗ്രാമുകളാണുള്ളത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ജോയിനിങ് ഫീസ് മാത്രമുള്ള കമ്പനികൾ ഒരിക്കലും സ്വീകരിക്കരുത്. ഈ ജോയിനിങ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റും തന്നില്ല, വെറുതെ ക്യാഷ് മാത്രം മേടിച്ചിട്ടുള്ള കമ്പനികളുണ്ട്. പെട്ടെന്ന് പണക്കാരാകാമെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരെയും വന്ന് വീട്ടിൽ വീഴും, ചാടി വീഴും. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിൽ ഒരിക്കലും സ്വീകരിക്കരുത്. നമുക്കിവിടെ വല്ല ജോയിനിങ് ഫീസ് ഉണ്ടോ? RCMൽ 1 രൂപ പോലും ഇല്ല. കാരണം എന്താ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളും മറ്റുൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു രജിസ്ട്രേഷൻ കിട്ടാണ്. ആ രജിസ്ട്രേഷനിലൂടെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ബിസിനസ് ചെയ്യാം. 9,000-ലധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിന്റെ ഏജൻസി എടുക്കാം, പെയിന്റിന്റെ ഏജൻസി എടുക്കാം, ബ്യൂട്ടി പാർലർ ഐറ്റത്തിന്റെ ഏജൻസി എടുക്കാം, തുണിക്കടയുടെ ഏജൻസി എടുക്കാം, നിത്യോപയോഗ സാധനങ്ങളുടെ ഏജൻസി എടുക്കാം. എന്ന് വേണ്ട, ഏത് സെഗ്മെന്റിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാം. അപ്പൊ അത്രയും നല്ലൊരു അവസരം ഫ്രീ ആയി കിട്ടാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മുന്നിൽ ജോയിനിങ് ഫീസ് ഉള്ള കമ്പനിക്കാരൊക്കെ വന്ന ആട്ടി ഓടിച്ചോളണം നിങ്ങൾ കേട്ടാ. ഇനി വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇത്രയും നല്ല വലിയൊരു പ്രസ്ഥാനമാണ് RCM.
RCM ആണ് കേരള ഗവൺമെന്റിന്റെ വെബ് പോർട്ടലിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത്, എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ RCMൽ തന്നെ അടിയുറച്ച് നിൽക്കുക. നമുക്ക് നോക്കാം അടുത്ത്. 2, ഉൽപ്പന്നത്തെ വിശ്വസിക്കുക, ഉപയോഗിക്കുക. ചില ആളുകളുണ്ട് RCMനെ കുറിച്ചൊക്കെ വലിയ മഹാകാര്യമായിട്ടും വിശദമായിട്ടും ഒക്കെ ഇങ്ങനെ പറയും, പക്ഷെ ഒരൊറ്റ ഉൽപ്പന്നങ്ങളെ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല, പുറമെ അഭിനയിച്ച് കാണിക്കുമ്പോൾ എനിക്ക് വിശ്വാസമാണ്. അപ്പൊ അത് മാറ്റണം. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, അനുഭവം പങ്കുവയ്ക്കുക, മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇപ്പൊ വീട്ടിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റുകളും, എല്ലാ സെഗ്മെന്റുകളിലെയും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അനുഭവവും പങ്കുവയ്ക്കാറുണ്ട്. നിങ്ങളും അതുപോലെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ ദിവസവും ഇപ്പൊ നമ്മൾ എന്തോരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്വയം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഓരോ ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ ഗുണമേന്മ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്ററായിട്ടോ ഒക്കെ എഴുതി നമ്മുടെ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കണം. ഇപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് RCMന്റെ ചില്ലി പൗഡറാണ്, നല്ല എരിവും സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും പകുതി ഉപയോഗിച്ചാൽ മതി, മുളകെണ്ണ നഷ്ടപ്പെടാത്തതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ വിടുക. ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറില്ലേ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പരസ്യം ചെയ്യണത്. എപ്പോഴാണ് നമ്മളുടെ പരസ്യം ജനങ്ങളെ ഏറ്റെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ തലവര മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അനുഭവം പങ്കുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച കാര്യം ജനങ്ങളും കൂടി അറിയിക്കണം. എന്തും ആയിക്കോട്ടെ, ഉപ്പ് ഉപയോഗിച്ചാൽ പോലും ഉപ്പിനെ കുറിച്ച് പറയണം, പേസ്റ്റ് ഉപയോഗിച്ചാൽ പേസ്റ്റിനെ കുറിച്ച്. എന്തിനാണ് കാണിക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കാശ് കൊടുത്ത് വാട്സപ്പ് എടുത്തേക്കണു, നല്ല ഒന്നാന്തരം മൊബൈൽ നമ്മളുടെ എല്ലാം കയ്യിലുണ്ട്, വെറുതെ കിടന്നാണ് കുറെ പരസ്യം ചെയ്യുന്നത് നമ്മള്. അപ്പൊ അങ്ങനെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പറയാം, മാർക്കറ്റ് വിലയുമായിട്ട് താരതമ്യം ചെയ്യും. നമ്മളെപ്പോഴും കാണിക്കാറില്ലേ, ഒരു 13 ഉൽപ്പന്നങ്ങളുടെ വിലയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറില്ലേ. ഇപ്പൊ നിങ്ങൾ വീട്ടിലൊരു പേസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പലചരക്കടയിൽ പോയിട്ട് ഒരു കോൾഗേറ്റ് പേസ്റ്റിന്റെയോ ക്ലോസപ്പിന്റെയോ മറ്റേതെങ്കിലും പേസ്റ്റുകളുടെ വില നോക്കുക, എന്നിട്ട് അതിന്റെ വില ചോദിച്ച് വെക്കുക. നമ്മുടെ പേസ്റ്റിന്റെ വിലയും എടുക്കുക, നമ്മുടെ പേസ്റ്റിന്റെ ഗുണനിലവാരം. പുറമേ ഉള്ള പേസ്റ്റിന് ഇത്ര രൂപ വിലയുള്ളപ്പോൾ നമ്മളുടെ പേസ്റ്റ് ഇത്ര രൂപയ്ക്ക് കിട്ടുന്നു, കൺസ്യൂമർ നമ്മുടെ അടുത്ത് ഇത്ര രൂപയ്ക്ക് കിട്ടുന്നു, അതൊക്കെ വെറുതെ ഞങ്ങൾ പരസ്യം ചെയ്യുക. അത് ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതാണ് മെയിൻ പോയിന്റ്. RCM ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കാലമായി? 10 വർഷമായി. പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 2-3 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് അറിയാത്ത ആളുകൾ അധികകാലം MLM-ൽ നിലനിൽക്കുകയില്ല. പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചില്ല, അതിനെ കുറിച്ച് അറിയാനും പാടില്ല, അവർ RCMൽ ഒരിക്കലും വിജയിക്കാൻ പോകില്ല. ഒരിക്കലും. വെറുതെ RCMൽ വന്ന് ഇങ്ങനെ ഒരു ഐഡിയ എടുത്ത് ഇങ്ങനെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറെ നാൾ കഴിയുമ്പോൾ ടെർമിനേറ്റ് ആയി പോകും. പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ഞാൻ 10 വർഷം മുമ്പ് ജോയിൻ ചെയ്തത്, എനിക്ക് ഇതൊക്കെ നല്ലോണം അറിയാം. ആള് ഇതുവരെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെ ഐഡിയ എടുക്കുന്നുള്ളു. അവര് ഈ RCM എന്ന് പറയുന്ന MLM-ൽ നിലനിൽക്കില്ല. മൂന്നാമത്തത്, സ്ഥിരമായി ആളുകളെ സമീപിക്കുക. സ്ഥിരമായിട്ട് ആളുകളെ സമീപിക്കുക. വിജയം ഡെയിലി ആക്ഷനിൽ നിന്നാണ്, അല്ലേ? ഡെയിലി ആക്ഷൻ. ഇപ്പൊ നമ്മുടെ ഇതിനകത്തിരിക്കുന്ന വിജയീകരണത്തിലിരിക്കുന്ന എല്ലാവരും ദിവസവും ചിലപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും RCMന് വേണ്ടി ഓടുന്നവരുണ്ട്, ഫുൾ ടൈം ആയിട്ട് ഓടുന്നവരുണ്ട്, പാർട്ട് ടൈം ആയിട്ടൊക്കെ ഓടുന്നവരുണ്ട്. അപ്പൊ അത് നല്ല ശക്തമായിട്ട് ഒന്നും കൂടി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. ദിവസം 5-10 പേർക്ക് അവസരം പറഞ്ഞു കൊടുക്കുക. എവിടെ ചെന്നാലും, ഒരു കല്യാണ വീട്ടിൽ ചെന്നാലും, ഇപ്പൊ ജോലി സ്ഥലത്ത് ചെന്നാലും, മരണ വീട്ടിൽ ചെന്നാലും,
നമ്മൾ ക്ഷേത്രങ്ങളിലെ പള്ളികളിലൊക്കെ ആരാധനയ്ക്ക് പോവുകയാണെങ്കിലും മറ്റ് ഏത് തൊട്ടാൾ കൂടുന്നോ അവിടെ നമ്മൾ നമ്മുടെ ആർത്തിയം പറയാനൊരു അവസരം എടുത്തിരിക്കണം. നമ്മൾ സ്വന്തമായിട്ടൊരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. വിസിറ്റിംഗ് കാർഡ് റെഡിയാക്കാൻ എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഗൂഗിളിൽ കൂടി RCM വേൾഡ് എന്ന സൈറ്റിൽ കയറുക, നമ്മുടെ ID നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക, നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എടുക്കുക. ആ ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ എടുത്തിട്ട് നേരെ ലേസർ പ്രിന്റ് അടിക്കുന്ന ഫ്ലെക്സ് ഒക്കെ അടിക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇത്തിരി കട്ടി കൂടിയ ആ ഷീറ്റിൽ നമ്മുടെ ഈ ഐഡന്റിറ്റി കാർഡ് വിസിറ്റിംഗ് കാർഡിന്റെ രൂപത്തിലാക്കി അവർ തരും. അത് ഒരു ഷീറ്റിൽ ഏതാണ്ട് ഒരു 30 എണ്ണത്തോളം കയറും. അങ്ങനത്തെ 2 ഷീറ്റ് പ്രിന്റ് ചെയ്യിക്കുക, 60 എണ്ണം എടുക്കുക. എന്നിട്ട് തീരുമ്പോൾ അവിടെ പോയി വീണ്ടും അടിക്കുക. ഇത് നമ്മൾ അവരോട് പറയേണ്ടത്, ഈ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഞങ്ങളുടെ RCMന്റെ ഷോപ്പിൽ പോയി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കുറവ് കിട്ടും. അങ്ങനെ പോണ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ. ഞാൻ ഏത് ഷോപ്പിലാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞേക്കണേ, ഞാൻ ആ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണേ, ഈ കാർഡ് കൊണ്ടുപോയി ആ ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കും. നല്ല ഷോപ്പുകാരാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് കാണുമ്പോൾ പറയുന്നത്, സാറേ ഇങ്ങനെ സാറിന്റെ കാർഡും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അല്ലാത്ത ഷോപ്പുകാരാണെങ്കിൽ എന്ത് പറയും, അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യിക്കും. ഷോപ്പിലേക്ക് ഒരാളെ വിടുമ്പോൾ എപ്പോഴും നമ്മൾ അവർക്കൊരു നിർദ്ദേശം കൊടുത്തിരിക്കണം. ഷോപ്പിൽ പോകുന്ന ആൾക്കാർ നമ്മളെയും കൂടി ഒന്ന് വിളിച്ച് പറയണം എന്നുള്ള രീതിയിൽ കേട്ടോ. വിസിറ്റിംഗ് കാർഡ് എല്ലായിടത്തേക്കല്ല, എവിടെ സംസാരിച്ചാലും ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ആളുടെ ഫോൺ നമ്പർ എടുക്കുക. അതിനൊരു ഉദാഹരണം, ഞാനും റഷീദ് സാറ്, സിയാ സാറ്, ഫാമിലി എല്ലാവരും കൂടി മണ്ണാർക്കാട് പോയി. പോണ വഴി 2 ആൾക്കാരെ പരിചയപ്പെട്ടു. അവരുടെ നമ്പർ മേടിച്ചു. അവരിപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യും. അപരിചിതരാണ്. അപ്പൊ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് ജോയിൻ ചെയ്യാൻ തയ്യാറായേക്കാണ്. അപ്പോൾ ദിവസം 5-10 പേർക്ക് അവസരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാ? 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ടോ ഒരു ഗെയിമായിട്ട് കൊണ്ടുനടക്കാനോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം ഷായി സാറിനെ എടുത്താൽ മതി. നിങ്ങൾ ഷായി സാറിനെ വലിയൊരു ടൂളായിട്ട് എടുത്തോളൂ. കാരണം ജീവിതത്തിൽ RCMലൂടെ വിജയിച്ച് വന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഒരു 2500 രൂപയുടെ സാധനം മേടിച്ചു, ജോയിൻ ചെയ്തു. 10,000 രൂപയുടെ ഡിസ്പ്ലേ വാൾ വീട്ടിൽ തുടങ്ങി. ആ ഡിസ്പ്ലേ വാളിൽ നിന്ന് പറവൂർ ടൗണിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ചെറിയ ഷോറൂം തുടങ്ങി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വ്യാപാര ഭവനിൽ ഇന്നൊരു വലിയ ഷോറൂം തുടങ്ങി. അത് കൂടാതെ ഇന്നലെ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു പുതിയ കാർ വാങ്ങി. ഇനി അദ്ദേഹം വാങ്ങാൻ പോകുന്നത് ഒരു വലിയ വീടാണ്. അതും ടൗണിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു വീടാണ് വാങ്ങാൻ പോകുന്നത്. അത് ഭാവിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനത് പബ്ലിസിറ്റി എവിടെയാണ് ഏതാണ് എന്നൊന്നും പറയാനുള്ള, ആ ഷോപ്പിൽ മീറ്റിംഗ് ഹാള് ഉണ്ടാവും, മുകളിലത്തെ നിലയിൽ വീടായിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതെല്ലാം എവിടെ നിന്നാണ്? RCMൽ നിന്നാണ്. ഹാർഡ് വർക്ക് ചെയ്തു, സൂപ്പറായിട്ട് വർക്ക് ചെയ്ത കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടിയുള്ള വർക്കിലൂടെയാണ് അദ്ദേഹം അത് നേടിയെടുത്തത്. അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ കിട്ടുന്നത്. അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. ഈശ്വരൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അതിലൂടെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഫോണിലൂടെ വിളിക്കുക, നേരിട്ട് കാണുക, എല്ലാ സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയകളിലെല്ലാം കണ്ടിട്ടുണ്ട്. അതേ നമ്മുടെ ഷാഹുൽ ഹമീദ് സാറ്, അദ്ദേഹം ഞാൻ പോലെ തന്നെ ഒരു പരസ്യം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ് അവസരം ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ നമ്പറും വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാര് അദ്ദേഹത്തെ വിളിക്കും, ഉറപ്പാണ്. ഇപ്പൊ നമ്മള് ഫോണിലൂടെ വിളിക്കുക, നേരിട്ട് കാണുക, എല്ലാ സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കും. ഓക്കെ, ഇപ്പൊ നോക്കാം.
ഈ അവസരത്തിലേക്ക് വരില്ല എന്ന് പറയുന്നത് ഒരു സാധാരണയാണ്. കുറെ ആൾക്കാരോട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. കാരണം ആൾക്കാരുടെ മുന്നിൽ ഇത് ആളെ ചേർക്കുന്ന പരിപാടിയാണ്. അങ്ങനെയൊക്കെയുള്ള പല പല രീതികളുണ്ട്. നിരന്തരമായിട്ട് അവരെ പിന്തുടരുക, സ്ഥിരമായി പിന്തുടരുക, അവരെ ഇങ്ങനെ പിന്തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ചെന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. നമ്മൾ വളരെ സൗഹൃദം സ്ഥാപിച്ചെടുക്കുക. എന്തെന്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞ് നമ്മൾ ആ സൗഹൃദം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ RCMന്റെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടി പറഞ്ഞ് നിർത്തിയിരിക്കണം. സാവധാനം അവര് നമ്മളുടെ വളർച്ച ഇങ്ങനെ പതുക്കെ പതുക്കെ നോക്കി നോക്കി നിൽക്കുമ്പോൾ അതിലൂടെ ആ ആളുകൾ വന്നോളും. ഒരാള് ആദ്യമായിട്ട് പരിചയപ്പെട്ടു, അയാളോട് ഇന്ന് RCM പറഞ്ഞപ്പോൾ അയാള് വരില്ല എന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകാതെ വളരെ സന്തോഷമായിട്ട് തന്നെ ഓക്കെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറയാം. പിന്നെയും വീണ്ടും കാണുമ്പോൾ സംസാരിക്കുക, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. പറഞ്ഞു നിർത്തുന്നത് RCM ആയിരിക്കണം. അത് സ്ഥിരമായിട്ട് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരാള് എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്നും പറയാൻ പറ്റില്ല. സ്ഥിരതയാണ് വിജയത്തിലെത്തിക്കുന്നത്. അതൊരു പോയിന്റാണ്, അതൊക്കെ നോട്ട് ചെയ്തോളാം കേട്ടോ. പിന്നെ 4ാമത്തെ പോയിന്റ്, ജോയിൻ ചെയ്തവർക്ക് ട്രെയിനിങ് നൽകുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സിംഗിൾ വരുമാനം നേടുന്ന ബിസിനസ് അല്ല, വലിയൊരു വരുമാനം നേടുന്നതാണ്. ജോയിൻ ചെയ്തവർക്ക് ട്രെയിനിങ് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളെ ജോയിൻ ചെയ്യിച്ചു. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് RCM എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത എല്ലാവരുടെയും വീട്ടിൽ ഞാൻ പോയി അവർക്കൊരു ആദരവ് കൊടുക്കാറുണ്ട്. ഒരു മാലയിടിക്കും, ഒരു ചെറിയൊരു ട്രോഫിയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ പ്രൊജക്ടർ വെച്ചിട്ട്, സ്ക്രീനും വെച്ചിട്ട് നാട്ടിൽ നടക്കുന്ന ഒരുപാട് മായങ്ങളുടെ ലോകവും തൊഴിലില്ലായ്മയുടെ ലോകവും പിന്നെ ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിത ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം, നമ്മൾ RCMന്റെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അവര് പിറ്റേ ദിവസം RCMന്റെ ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കും. അങ്ങനെ ഉള്ള അനുഭവങ്ങളാണ് ഇപ്പൊ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രൊജക്ടറും സ്ക്രീനൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകളുടെ വീട്ടിൽ ഒരു നോട്ട് ബുക്ക് ആയിട്ട് പോവുക. പിന്നെ അവർക്ക് നിങ്ങൾ മുഖാന്തരം ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് എടുക്കുക. പിന്നെ ഒരു പാക്കറ്റ് തേയിലയും എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കൊണ്ടുപോയിട്ട്, ഒറ്റയ്ക്ക് പോകരുത്, കൂടെ ആരെങ്കിലും കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കും ഒരു തേയിലയും ഗിഫ്റ്റ് കൊടുക്കുക. എന്നിട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആ നോട്ട് ബുക്ക് പേനെടുത്ത് നമ്മുടെ RCMന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു 13 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം, അതിൻ്റെ കുറച്ച് 10 ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഇതൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട്, ഇതാണ് ഞങ്ങളുടെ MD, ഇതാണ് ഞങ്ങളുടെ ടൗണിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഫിസിക്കലി റിഫൈൻഡ് ആണ്. അങ്ങനെ അതിനകത്തുള്ള കുറേ ഉൽപ്പന്നങ്ങൾ, കുറേ ഫോട്ടോകൾ, പിന്നെ ഏറ്റവും ലാസ്റ്റ് കമ്മീഷന്റെ സ്ലാബ്. ഇതിലൂടെയാണ് നമ്മൾ സ്വന്തം ഉപയോഗത്തിൽ വരുമാനം കിട്ടുന്നത്, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നത്. 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കരുത്, ഒരു 25 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം സംസാരിച്ച് തീർക്കണം. സംസാരിക്കാൻ തുടങ്ങിയാൽ 2, 4, 3 മണിക്കൂർ ഇരുന്ന് അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പറയാൻ പറഞ്ഞു, എങ്ങനെ ഇവരൊന്ന് ഇറങ്ങിപ്പോകാൻ എന്താ ഒരു മാർഗം, ചെവി ഇതാവണം, പരിഹരിക്കണം, ഇവര് പോണില്ല, എന്താണ് ഇങ്ങനെ പറഞ്ഞത്. 25 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർത്തിരിക്കണം. തുടക്കക്കാരുടെ മുമ്പിൽ, ഫസ്റ്റ് പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ ആദ്യം തന്നെ ചെല്ലുന്നത്, നമസ്കാരം, ഞങ്ങളുടെ RCMൽ ഇന്നലെ ജോയിൻ ചെയ്തു എന്ന് അറിഞ്ഞ് വളരെ സന്തോഷം, ഞങ്ങളൊന്ന് നേരിട്ട് കാണാമെന്നതാണ്, ഒരു ചെറിയ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് മാറി.
എന്നിട്ട് അവിടെ ഇരുന്ന് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവർ അവിടെ നിന്ന് ചിലപ്പോൾ ചായ എന്തെങ്കിലും കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം, ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം, വേറെ ഒന്നുമല്ല, ക്ലാസ് ഒന്നുമല്ല, ഈ ആർസിയിൽ എന്താണെന്നൊരു ബേസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് 13 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസവും 10 പ്രൊഡക്റ്റുകളുടെ വില വ്യത്യാസവും ആ ഫ്രീ പ്രൊഡക്റ്റും ഇത്രയും മാത്രം പറഞ്ഞ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് അവരിലൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പുതിയ ആളുകളെ പ്രൊഡക്റ്റ് പ്ലാൻ പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് പ്ലാൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ 30 നമ്മുടെ സിയാൽ സാറിന്റെ വീട്ടില് കൊച്ചലീമ മാഡം, അതുപോലെ തന്നെ ലിസ്ന മാഡം, സിനി മാഡം, സിയാൽ സാറ്, മറ്റേ ഷാഹുൽ സാറ്, പിന്നെ നാസർ സാറ്, ഇവര് എല്ലാവരും ഞാൻ ബോർഡ് വെച്ച് എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോ സ്വയം പറയാൻ തുടങ്ങി. മാർക്കറ്റിംഗ് പ്ലാനും പ്രൊഫൈലും ഒക്കെ അവർ സ്വയം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളും ചെയ്യണം. നമ്മുടെ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ, ആ ഒരാൾക്കായാലും നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ഹോം മീറ്റിംഗ്, അത് ബേസാണ്. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരുടെ വീടുകളിൽ എല്ലാം ഹോം മീറ്റിങ്ങുകൾ നടത്താൻ, അതായത് ഇവിടെ ഉൽപ്പന്നം ഉപയോഗിച്ചു അവർക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനങ്ങൾ കിട്ടി, അതിന്റെ ഗുണനിലവാരമൊക്കെ മനസ്സിലാക്കി അവർ ചോദിക്കാൻ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു, അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ്, കൂടാതെ സൂം മീറ്റിങ്ങുകളിൽ, നമ്മുടെ 6:30 സൂം മീറ്റിങ്ങുകളിൽ മാക്സിമം ജോയിൻ ചെയ്ത ആൾക്കാരെ 6:30 സൂം മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുക. അവർക്ക് അപ്പൊ ഇതിലൂടെ കുറെ അറിവുകൾ കിട്ടും. അതുപോലെ ട്രെയിനിങ് ക്ലാസ് നമുക്ക് ഇപ്പൊ 16-ാം തീയതി നല്ല അടിപൊളി ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റൂബി ആവാം. റൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം 2.5 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ നമ്മൾ നടത്താനുള്ള ശ്രമം നമ്മളും നടത്തണം. ഓക്കെ, നമ്മളുടെ ഇപ്പൊ എലോറ വണ്ടർ വേൾഡ് ക്വിസിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ ഹോം മീറ്റിംഗ്, അതൊക്കെ നമ്മൾ നടത്താനുള്ള നമ്മൾ ചങ്കൂറ്റാണ്. നമ്മൾ ഇതിനകത്ത് ഇറങ്ങി, RCMൽ ഇറങ്ങി, ഇനി നമ്മൾ വിജയിച്ച് കയറുള്ളൂ. ഷായ് സാറിനെ പോലെ നമ്മൾ വിജയിച്ച് കയറുള്ളൂ. ആ രീതിയിൽ നമ്മൾ വൻ തയ്യാറെടുപ്പെടുക്കണം. ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യട്ടെ, എപ്പോഴെങ്കിലും ഒക്കെ വരുമാനം എന്തെങ്കിലും വരും, എനിക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാനും പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. അവരുടെ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരാളെ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഒരു കുബുദ്ധികളോ ഒരു തന്ത്രങ്ങളോ ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തോ. നിങ്ങളുടെ വിജയം നിങ്ങളുടെ പുറകെ വന്നോളും. ടീം വളർന്നു കഴിഞ്ഞാൽ, നല്ലൊരു കൺസ്യൂമർ ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം സ്ഥിരമാകും. അതിലൊരു സംശയവും വേണ്ട. അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ടീമിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. പല പല ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉള്ളിൽ ദേഷ്യമായിട്ട് വച്ചിരിക്കാതെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക. ടീം വളർന്നാലും മാത്രമേ വരുമാനം സ്ഥിരമാവുള്ളൂ. ഇനി 5-ാമത്തെ, ലീഡർഷിപ്പ് വളർത്തുക. നമ്മൾ ആരാണോ ഒരു അതായത് നമ്മളെപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഒരു ലീഡർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും മാതൃകയായിരിക്കണം. നമ്മൾ ഒരു എതിര് അല്ലെങ്കിൽ ഒരു ശത്രു മനോഭാവത്തോടെ അഭിപ്രായ വ്യത്യാസത്തോടെ ഇങ്ങനെ പല തെറ്റിദ്ധാരണകളൊക്കെ ആയിട്ട് മാറി നിൽക്കാതെ ലീഡർ എപ്പോഴും നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു മാതൃക. കണ്ട സുരേഷ് സാർ
അല്ലെങ്കിൽ ജിനേഷ് സാർ, നമ്മളെപ്പോഴും പറയില്ലേ ജിനേഷ് സാർ, അശോകൻ സാർ, ഷായി സാർ, ഇതൊക്കെ നല്ല ശക്തമായ ലീഡറാണ്. അപ്പൊ എല്ലാവരെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം കൃത്യമായിട്ട് തന്നെ. എല്ലാവരെയും നമ്മളെല്ലാവരെയും അറിഞ്ഞിരിക്കണം. നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നമ്മളൊരു ലീഡർ എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് മാറണം. നെഗറ്റീവ് സംസാരങ്ങൾ ഒഴിവാക്കണം എപ്പോഴും. നെഗറ്റീവ് സംസാരങ്ങൾ പല തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാരെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഇതാവും, അതേ വന്നുണ്ട് ഇപ്പൊ കേൾക്കാം എന്ന് നമ്മളിങ്ങനെ പറയില്ലേ. അപ്പൊ മാക്സിമം നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, പല ഇതുണ്ടാവും. അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടലാസിലേക്ക് എഴുതിയിട്ട് ആ നെഗറ്റീവ് മുഴുവൻ ഒരു കടലാസിലേക്ക് എഴുതുക. ഒരു തീപ്പെട്ടി വരച്ചിട്ട് ആ കടലാസ് അങ്ങോട്ട് കത്തിച്ച് കളയാം. അപ്പൊ നെഗറ്റീവ് അങ്ങോട്ട് കത്തിപ്പോക്കോളും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം എപ്പോഴും. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ 4 വശത്തുള്ള ഭാഗങ്ങൾ, പണ്ടൊക്കെ ഞാൻ എപ്പോഴും നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്താ എങ്ങനെയാ മാറണ്ടേന്നുള്ളത് അറിയില്ലായിരുന്നു. അതൊക്കെ ഈ ഗിരീഷ് സാറും ജിനീഷ് സാറും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പോഴും ഞാൻ ഇനിയും മാറാനുണ്ട് കേട്ടോ. ഞാൻ ഇനിയും മാറാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒരു നേഴ്സറി, RCMന്റെ ഒരു നേഴ്സറിയിലാണ് ഞാൻ ഇപ്പോഴും. എങ്കിലും ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തും കുറേ എൻ്റെ സ്വഭാവങ്ങളെ ഞാൻ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. നല്ല ലീഡർ ആയാൽ വലിയ വരുമാനം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല ലീഡർ ഗിരീഷ് സാറായില്ലേ, റൂബി ഗിരീഷ് സാറായിട്ടുണ്ട്. 3 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയൊക്കെ മാസം മേടിക്കുന്ന ആളായില്ലേ. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ 1 ലക്ഷം രൂപ വരുമാനം വന്നാൽ നമ്മളൊക്കെ ആരായി? നമ്മുടെ നാട്ടിൽ നമ്മൾ ആരായി? നമ്മളോട് സംഭാവന മേടിക്കാൻ എന്തോരം ആൾക്കാർ വരും, എന്തോരം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ലീഡർ ആയാൽ വലിയ വരുമാനം ലഭിക്കും. അപ്പൊ നമ്മളെല്ലാവരും നല്ല ലീഡർ ആവാനായിട്ടുള്ള കഠിന ശ്രമം ഇന്നു മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ക്ഷമയും സമയവും നിക്ഷേപിക്കുക ഈ MLM ബിസിനസ്സിൽ. ക്ഷമയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അത് സമയം മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനില്ല, ഉണ്ടാവും ഇല്ല. നമ്മള് നിക്ഷേപിക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന 24 മണിക്കൂറാണ്. ഭഗവാൻ നമ്മുടെ മുന്നിൽ ഓരോ രൂപത്തിലും ഭാവത്തിലും ആയിട്ട്, ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിട്ട് അവസരങ്ങൾ കൊണ്ടുതരും ഒരു സാധാരണക്കാരുടെ കയ്യിൽ. അപ്പൊ ആ അവസരം നമ്മൾ സമയത്തിലൂടെ മാക്സിമം ഇതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ ക്ഷമ. പെട്ടെന്ന് മുറി 2. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പെട്ടെന്ന് മുറി 2. നമ്മൾ അങ്ങനെ ആവരുത്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. ക്ഷമയോടുകൂടി നമ്മൾ എല്ലാം കേട്ട് ഇങ്ങനെ നോക്കുക. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ലീഡറിനെ വിളിച്ച് പറയുക, ഒരു വിഷയം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൈകാര്യം അങ്ങനെ പറയുക. അപ്പൊ ക്ഷമയും സമയവും മാക്സിമം ഇതിനകത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം ഉണ്ടാകും. MLM എന്ന് പറയുന്നത് ഷോർട്ട്കട്ട് മണിയല്ല. അതായത് എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു പ്രക്രിയയല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ ചില മണി ചെയിനുകളും പല കമ്പനികളും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ RCM കിടന്ന് നിങ്ങൾ ചാവണേ, അവിടെ വളരെ നിസ്സാര വരുമാനം, ഇവിടെ അത് ഇത്ര രൂപ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കാശാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ അറിയാം. ഞാൻ എൻ്റെ എന്ത് കാർ ഏതാണ്ടൊക്കെ ഈ റഷീദ് സാർ ഒരു വലിയ കാറിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയും. റഷീദ് സാറിന്റെ മോനാണ്, എൻ്റെ പേരും മറന്നു, എന്താണ്ടോ ഒരു കാർ. അപ്പോൾ ആ കാറൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലിട്ട് കാണിച്ചിട്ട് ഞാൻ ഈ കാർ മേടിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മണി ചെയിനുകളും വരും. അപ്പൊ ഒരിക്കലും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഷോർട്ട് കട്ടിൽ മണി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വലിയ വരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അടിയുറച്ച് നിൽക്കണം ഇതിനകത്ത്. കുറഞ്ഞത് 2 കൊല്ലം അടിയുറച്ച് ചെയ്യുക. മാക്സിമം ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത്
ക്ഷമയോടുകൂടി 2 കൊല്ലം അടിയുറച്ച് നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ വരുമാനത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ടാവും. തുടക്കത്തിൽ വരുമാനം കുറവായിരിക്കും. എനിക്കൊക്കെ തുടക്കത്തിൽ 100ഉം 150ഉം 50ഉം 60ഉം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ ആകെ 1000ഉം 500ഉം 2000 ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയുള്ളൂ. പിന്നീടാണ് വരുമാനം കയറി ഇന്നൊരു 55,000 രൂപ വരുമാനത്തിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വിട്ടുപോകരുത് ഇതിനകത്തുനിന്ന്, അടിയുറച്ച് നിൽക്കാം. തുടക്കത്തിൽ വരുമാനം കുറവായിരിക്കും ഈ ബിസിനസ്സിൽ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൃത്യമായി പരിപാലിച്ചു പോകുന്ന ഏതൊരു കമ്പനിയിലും തുടക്കത്തിൽ വരുമാനം കുറവായിരിക്കും. പല ആൾക്കാരും ഇങ്ങനെ പല വലിയ കണക്കുകളൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്തിരിക്കുന്ന ആർട്സിൽ വന്നിരിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. അതിലൊന്നും നിങ്ങൾ മോഹാലസ്യപ്പെട്ട് വീഴരുത്, സങ്കടപ്പെട്ട് വീഴരുത്. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടേ നിൽക്കണം. നമ്മൾ നമ്മുടെ ഈ ബിസിനസ്സിൽ അടിയുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം കേട്ടോ. പല പിന്തിരിപ്പൻ ആശയങ്ങളും നമ്മുടെ പുറകെ വരും. അതൊക്കെ ഭൂതബാധകള് അല്ലെങ്കിൽ ഓരോ മതത്തിൽ പറയുന്ന ബാധകളാണെന്ന് കരുതിയാൽ മതി. ആ ബാധകളെയൊക്കെ ഈശ്വരനോട് പറഞ്ഞ് ഒഴിവാക്കിക്കോളും. ഓക്കെ. ഓക്കെ. ഇതിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് വിജയമില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക്. കാരണം ഇപ്പോൾ കുറച്ച് നാൾ വന്നു ഇത് ശരിയല്ല, അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് വിജയമില്ല. വിട്ടു പോകാത്തവരാണ് വിജയികൾ. നമ്മുടെ മുന്നിൽ അഫയർ മൂർത്തി സാർ, റൂബി ഗിരീഷ് സാർ, കാറമ്രാളുടെ രാജൻ സാർ, 25 ലക്ഷം വാങ്ങുന്ന സുരേന്ദ്രഭട്ട് സാറ്, 50 ലക്ഷം രൂപ വാങ്ങുന്ന രവി ഒ.പി. ശർമ്മ സാറ്, ഇവരൊക്കെ വിട്ടുപോകാത്തവരാണ്, വിജയികളായവരാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ജീവനോടെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെ നമ്മൾ കാണുക. അവരുടെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്നിനൊരു കുറവ് വന്നിട്ടില്ല. അവരെന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മളും പ്രവർത്തിക്കുക. വിട്ടുപോകാതെ അടിയുറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വൻ വിജയമായിരിക്കും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സാധാരണക്കാരനെ അസാധാരണ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ. 7, സ്ഥിരമായിട്ടുള്ള പഠനം. വിജയിച്ച ലീഡേഴ്സിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. സ്ഥിരമായിട്ടുള്ള പഠനം. ഇപ്പൊ ഇന്ന് നമ്മൾ 145 ദിവസമായി. 145 ദിവസം നമ്മൾ മുടങ്ങാതെ സ്ഥിരമായി കയറുന്ന ആൾക്കാരെല്ലാം വിജയത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, അതിനുദാഹരണം സായി സാറിന്റെ വിജയമാണ്. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് ഈ സൂമിൽ നിന്നുണ്ടെങ്കിൽ മറ്റേ ഏതെങ്കിലും സൂമിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഡെയിലി കയറുന്നുണ്ട്. അതുപോലെ ഫിസിക്കലി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ടുള്ള ഒരു പഠനം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഈ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളുടെ വരും തലമുറകളിലേക്ക് ഈ വരുമാനം എത്തിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ പഠനമാണ്. അതായത് നമ്മളുടെ കാലശേഷം നമ്മളുടെ തലമുറകളിലേക്ക് നമ്മൾ ഇന്ന് നേടുന്ന വരുമാനം നമുക്ക് കൈമാറ്റം ചെയ്യാൻ വരെ ഈ സിസ്റ്റത്തിൽ പറ്റും. നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലോ നമ്മുടെ ജോലി നമ്മുടെ തലമുറയിലേക്ക് കൈമാറാൻ പറ്റുമോ? റഷീദ് സാർ ഇപ്പൊ ഡ്രൈവർ ജോലി ചെയ്യുന്നു. റഷീദ് സാറിന് ആ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റഷീദ് സാറിന്റെ തലമുറയിലേക്ക് കൈമാറാൻ പറ്റുമോ? പറ്റൂല. നമ്മളൊരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. നമ്മൾ റിട്ടയർ കഴിഞ്ഞാൽ ആ ജോലി നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ RC എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം, ഈ ബിസിനസ് നമ്മളുടെ കാലശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പൊ എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും എൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും എൻ്റെ മറ്റുള്ള ഡീറ്റെയിലുകളും എല്ലാം കമ്പനിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത തലമുറയിലേക്ക് ഈ ബിസിനസ് കൈമാറുന്നു. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ വരുമാനമാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ ഞാൻ മരിച്ചുപോയ എൻ്റെ അടുത്ത മാസം മുതൽ എൻ്റെ അവകാശിക്ക് നമ്മുടെ ബിസിനസ് വളർച്ച കൂടുതലാണെങ്കിൽ 4 എന്നുള്ളത് ചിലപ്പോൾ 6-7 ലക്ഷം രൂപയായിട്ട് എൻ്റെ അവകാശിക്ക് കിട്ടും. ഒരിക്കലും നമ്മുടെ കുടുംബത്തെ നമുക്ക് അനാഥമാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളവിടെ മരിച്ച കിടക്കുന്ന അവസരത്തിൽ തന്നെ ആൾക്കാർ പറയും,
അയാളൊരു ഭാഗ്യം ചെയ്താൽ പറ്റണം, അയാളുടെ അവകാശിക്ക് അയാൾ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. ഈ കുടുംബം രക്ഷപ്പെടുത്തിയിട്ടാണ് പോയത് എന്ന് പറയും. നാളെ നമ്മുടെ ചുമരുകളിൽ നമ്മുടെ മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയൊക്കെ ഫോട്ടോകൾ വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെയും ഒരു ഫോട്ടോ വരും തലമുറകൾ കാണും. ഇദ്ദേഹമാണ് ഈ കുടുംബത്തിലേക്ക് തലമുറകളിലേക്കുള്ള ഈ വരുമാനം എത്തിച്ചെന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവര് രാജാക്കന്മാരായിട്ട് ഇവിടെ ഈ നാട്ടിൽ വാഴുന്നത് എന്നൊക്കെ പല പല അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒന്ന് അടിയുറച്ച് നല്ല കൃത്യമായിട്ട് ഇതിന്റെ പഠിച്ചെടുത്ത് ഇതൊന്ന് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ സംഭവത്തിന്റെ ഒരു ബേസ് നിങ്ങൾ പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് തറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഒരു പേന എടുത്ത് എഴുതിയ ഒരാളെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അപ്പം ആള് ജോയിൻ ചെയ്യും. നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ ആ ഒരു നടത്തത്തിന്റെ ഭാവം, ആ ഒരു ഡ്രസ്സിങ്ങിന്റെ രീതി, നിങ്ങളുടെ ആ മുഖത്ത് വരുന്ന സന്തോഷത്തിന്റെ രീതി, ഇതെല്ലാം കാണുമ്പോൾ തന്നെ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ ആൾക്കാർ ആർച്ചയും ജോയിൻ ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാണ്. അതിനും അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ദീപ്തി മാഡത്തിന്റെ വീട്ടില് നമ്മുടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഷീദ് സാറും സിയാദ് സാറും കൂടി ആ പെയിന്ററുടെ അടുത്ത് വെറുതെ ഒരു കാര്യം സംസാരിച്ചുള്ളൂ. അദ്ദേഹം വൈകുന്നേരം ജോയിൻ ചെയ്തു. കാരണം അവരുടെ ആ ഒരു സംസാര രീതിയും ആ പെരുമാറ്റ രീതിയാണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ടുള്ള പഠനം അത് നിർബന്ധമാണ്. പഠിച്ചുകൊണ്ടേയിരിക്കണം. ആർട്സ് ആൻഡ് ബിസിനസ് പഠിക്കാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കില്ല. അപ്പൊ വിജയിച്ച ലീഡേഴ്സിന്റെ പാത നിങ്ങളും പിന്തുടരണം. ഓക്കെ, അടുത്ത് നോക്കാം. എന്ത് ചെയ്യണം? എപ്പോഴും ജിനേഷ് സാർ പറയും, ബുക്സ് വായിക്ക്, വീഡിയോസ് കാണുക, എല്ലാ സെമിനാറിലും പങ്കെടുക്കുക. ജിനേഷ് സാറിനെ ഒന്ന് നോക്കി, അദ്ദേഹം ഓരോ വലിയ വലിയ പ്രോഗ്രാമുകളിൽ എന്ത് കീറ ആ സ്റ്റേജിൽ നിന്നിട്ട് എന്ത് പവറാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് നമ്മുടെയൊക്കെ വിജയകരണത്തിൽ കുറേ പേർക്ക് നല്ല വിജയിച്ച ആൾക്കാരുടെ ആ ബുക്ക് ഓൺലൈനിൽ വരുത്തി കൊടുത്തു. വല്ല കാര്യമുണ്ടോ? സാറിന് ഒരു കാര്യമില്ല. പക്ഷെ സാറിന്റെ കൂടെ വന്നിരിക്കുന്നവരെ വിജയിപ്പിക്കണം. വീഡിയോസ് സാറ് എന്തോരം വീഡിയോസ് സാർ ഇടുന്നുണ്ട്. സാറിന്റെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ ഓരോ മീറ്റിങ്ങിന്റെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടി ഭയങ്കര ഡൈനാമിക്, ഭയങ്കര മാലപ്പടക്കം പൊട്ടണ പോലത്തുള്ള ആ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. ആ പാട്ടും ചെണ്ടമേളവും എല്ലാം കൂടി ആയിട്ടുള്ള ഓരോ വീഡിയോസ് സാറിന് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രസരിപ്പായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. മോട്ടിവേഷൻ ആയാലും പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയാലും ഡോക്ടർ രാജൻ സാറിൻ്റെ ആയാലും മൂർത്തി സാറിൻ്റെ ആയാലും ഗിരീഷ് സാറിൻ്റെ ആയാലും ഇന്ന് വേണ്ട ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ദിവസം അരമണിക്കൂറെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണണം. കാരണം നമ്മൾ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അടുത്ത 3 വർഷം കഴിയാതെ ഞാൻ വേറെ ഒരു ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ശ്രദ്ധ കൊടുത്ത് ഞാനൊരു നല്ല നിലയിൽ എത്തുക എന്നൊക്കെയുള്ള നമ്മുടെ തീരുമാനം എടുത്ത് ഈ ബുക്സുകൾ വായിക്കുക, വീഡിയോസ് കാണുക, സെമിനാറിൽ പങ്കെടുക്കുക. 16-ാം തീയതിയിലത്തെ സെമിനാറിൽ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ പങ്കെടുക്കണം. ഉറപ്പാണ് നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ ഓരോരുത്തരും വിജയിച്ചിരിക്കും. ഇതിന്റെ ആ സിസ്റ്റം ഒന്ന് നിങ്ങളുടെ തലയിലേക്ക് കയറിയാൽ മതി, നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് മാറാനുണ്ട്. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ നിങ്ങൾ രാജാക്കന്മാരാണ്. അതിലൊരു സംശയം വേണ്ട. ഓക്കെ, ഇത് നോക്കാം. ഇനി 8-ാമത്തെ, ധാർമ്മികതയും സത്യസന്ധതയും. അത് രണ്ടും പ്രധാന കാര്യമാണ്. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. RCM ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. അപ്പൊ ഞാൻ ആരോഗ്യ സെമിനാർ, ബോഡി സ്കാനിങ് പ്രോഗ്രാം ഒരു 9 എണ്ണത്തോളം ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാനത് ഏറ്റെടുത്തത്. എൻ്റെ ടീമിൽ മൊത്തം ഞാൻ റെഡിയാക്കിയത്. വൻ വിജയമായിരുന്നു അത്. അതുപോലെ സത്യസന്ധത, ഇവിടെ ഒരു പ്രധാന പോയിന്റാണ് സത്യസന്ധത. സത്യസന്ധതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് മറ്റുള്ള ടീമുകളിൽ നിന്ന് ആളുകളെ വലിച്ചിട്ട് നമ്മുടെ ടീമിലേക്ക് ഇടുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കമ്പനി ഒരു പുതിയ സിസ്റ്റം ഇറക്കിയിട്ടുണ്ട് ഈ പുതിയ നമ്മുടെ സൈറ്റില്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. വേറൊരു ടീമില് ഒരാള് ഇപ്പൊ ഒരാള് ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ താഴെ ഒരു 10 ലക്ഷം ടേൺ ഓവർ കിടക്കുന്നുണ്ട്. ആ ID ടെർമിനേറ്റ് ആയി എന്ന് വിചാരിക്കും. ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി നിൽക്കാം, ആ ആളെ വലിച്ച് വേറൊരു ടീമിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കുക. അങ്ങനെ ജോയിൻ ചെയ്യിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആള് പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് ID ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷോപ്പുകാരൻ പറഞ്ഞു ആ ID നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ID നോക്കും. പാസ്വേഡ് അടിച്ചു നോക്കുമ്പോൾ അയാളുടെ IDയിൽ 10 ലക്ഷം ടേൺ ഓവർ കിടക്കുന്നു. നിങ്ങൾക്ക് ഇത് 1000 രൂപ കൊടുത്ത് ആക്റ്റീവ് ആക്കിയാൽ മതിയായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ ഇത് വേറെ സ്ഥലത്ത് പോയി ID എടുത്ത് രണ്ടാമത് ജോലി തുടങ്ങണ്ടേ എന്ന് പറയും. ഈ ആള് ആ വാക്ക് കേട്ട് ഈ പഴയ ID ആക്റ്റീവ് ആക്കും. കമ്പനി അപ്പം തന്നെ അത് ബ്ലോക്ക് ആക്കി കളയും. പഴയ ID ബ്ലോക്ക് ആക്കി കളയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ഒരാളുടെ ജീവിതം, അതായത് നല്ല ടേൺ ഓവർ ഉള്ള ഒരു ID ഇല്ലാതെ ആക്കി ഇപ്പുറത്തെ ഒരു ID അയാളെ കൊണ്ട് ചേർത്തു. അയാള് ആകെ സങ്കടമായി. 10 ലക്ഷമുള്ള ഒരു ID എന്നേക്കുമായിട്ട് ബ്ലോക്ക് ആയിപ്പോയി. അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ട്. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് പറയേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ID ആർച്ചിനെ കുറിച്ച് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ID ആക്റ്റീവ് ആവും, നിങ്ങൾ അവിടെ വർക്ക് ചെയ്തോളൂ എന്ന് പറയുക. കാരണം അയാളുടെ സീനിയോറിറ്റികളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നമ്മൾ എപ്പോഴും പുതിയ ആളുകളെ അന്വേഷിച്ച് തേടിക്കൊണ്ടിരിക്കുക. മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആൾക്കാരെ എടുക്കാതിരിക്കുക. ഓക്കെ, മറ്റുള്ള ടീമിൽ പോയുള്ള ആളുകളെ നമ്മൾ എടുക്കാതിരിക്കുക. പിന്നെ തെറ്റായ ഇൻകം പ്രോമിസ് ചെയ്യരുത്. എൻ്റെ കൂടെ RCMൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസം 10,000 രൂപ കിട്ടും, 25,000 രൂപ കിട്ടും എന്നൊന്നും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. സത്യമായ കാര്യം പറയാവൂ. ഈ വരുമാനത്തിന്റെ കാര്യങ്ങളിൽ ഒന്നും ഭയങ്കര പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ പറയരുത്. വളരെ സത്യമായ കാര്യം. ദീർഘകാല ബന്ധം കെട്ടിപ്പടുക്കുക. എന്താണ് ദീർഘകാല ബന്ധം? നമ്മൾ ഒരു RCMൽ ഒരു ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും നമ്മളുടെ സഹോദരനും സഹോദരി തുല്യമായിട്ടുള്ള രീതിയിൽ കാണുക. ആ കുടുംബമായിട്ട് നല്ല ഒരു ബന്ധം എപ്പോഴും സ്ഥാപിച്ചിരിക്കണം. അല്ലാണ്ട് അവിടെ നെഗറ്റീവ് രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് പോകരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ് നമ്മുടെ കൂടെ RCMൽ വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധ വേണം. നമ്മുടെ ടീമിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മക്കളെ കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കണം നമ്മുടെ ടീമിൽ വന്നിരിക്കുന്നവരെ ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കേണ്ടത്. അല്ലാണ്ട് വേറെ ബന്ധങ്ങളായിട്ട് മാറരുത്. അത് മാറിയാൽ നിങ്ങൾ RCMൽ നിന്ന് എന്നേക്കുമായിട്ട് മരിച്ചു പോകും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഒരു ഡയറക്റ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ 8 കാര്യങ്ങൾ എല്ലാവർക്കും RCMലൂടെ വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു. ഞാൻ എൻ്റെ സ്ക്രീൻ ക്ലോസ് ചെയ്യാം. സ്ക്രീൻ ക്ലോസ്. ഓക്കെ, എല്ലാവർക്കും സാർ കേട്ടിട്ടുണ്ടോ?
സുരേഷ് സാറേ ഉണ്ട്, ഞാനുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ സാർ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ സിസ്റ്റം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥനായ പേൾ ജിനേഷ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം സാർ.